Good morning, guys. നിങ്ങളുടെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് കുറേ ടേംസ്, ഡെഫിനിഷൻസ്, ഇക്വേഷൻസ്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്, ടേംസ്, ഡെഫിനിഷൻസ് ആൻഡ് ഇക്വേഷൻസ് ഇൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു 3 phase സിസ്റ്റം ഓഫ് സോയിൽ സാമ്പിൾ അതൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലേ? പക്ഷേ നമുക്ക് ആ ഒരു ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഫിഗറും അതിൻ്റെ അകത്ത് നമ്മൾ അടയാളപ്പെടുത്തിയ കുറേ കാര്യങ്ങളും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ ഈ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കുന്നതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ആ 3 phase സിസ്റ്റമാണ്. സോ ഫസ്റ്റ് നിങ്ങൾ ഫിഗർ നോക്കുക അല്ലേ? നമുക്ക് ഓൾറെഡി പരിചയമുള്ളൊരു ഫിഗറാണത്, 3 phase സിസ്റ്റം. അപ്പം നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരു സോയിൽ സാമ്പിൾ എടുത്തു. അപ്പൊ സോയിൽ സാമ്പിൾ എടുക്കുമ്പം ദാറ്റ് സോയിൽ സാമ്പിൾ കൺസിസ്റ്റിംഗ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾ ആൻഡ് ആ സോളിഡ് പാർട്ടിക്കിൾസിൻ്റെ അകത്തുള്ള വോയിഡ്സ് അല്ലെങ്കിൽ സ്പേസ്. സോ നമ്മുടെ ആ സോയിൽ സാമ്പിളിൻ്റെ ടോട്ടൽ വോളിയത്തിനെ നമ്മൾ ക്യാപിറ്റൽ വി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ആ ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് വോളിയം ഓഫ് ദ സോളിഡ്സ് വി എസ് എന്നും വോളിയം ഓഫ് ദ വോയിഡ്സ് വി വി എന്നും. ഇനി ആ വോളിയം ഓഫ് ദ വോയിഡ്സ് എന്ന് പറയുമ്പോൾ ആ വോയിഡ്സ് അല്ലെങ്കിൽ സ്പേസിൽ ആരൊക്കെ വരാം? എയറും ഉണ്ടാവാം, അതുപോലെ വാട്ടർ കണ്ടന്റും ഉണ്ടാവാം. സോ ആ വോളിയം ഓഫ് ദ വോയിഡ്സ് വി വി എന്നുള്ളതിനെ വോളിയം ഓഫ് ദ എയർ വി എയും വോളിയം ഓഫ് ദ വാട്ടർ വി ഡബ്ല്യു ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇത്രയും ടേംസ് ഒന്ന് ഓർത്ത് വെക്കുക. ടോട്ടൽ വോളിയം വി, വോളിയം ഓഫ് ദ വോയിഡ്സ് വി വി, വോളിയം ഓഫ് ദ സോളിഡ്സ് വി എസ്, ദെൻ വോളിയം ഓഫ് ദ എയർ വി എ, വോളിയം ഓഫ് ദ വാട്ടർ വി ഡബ്ല്യു. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു ടേംസ് അല്ലെങ്കിൽ ഡെഫിനിഷൻസിലേക്ക് വരുമ്പോൾ, ഇക്വേഷൻസ് അതിലേക്ക് വരുമ്പോഴത്തേനും ഫസ്റ്റ് വൺ ഈസ് വാട്ടർ കണ്ടന്റ്. അപ്പോൾ വാട്ടർ കണ്ടന്റ് ഈസ് ഓൾവേസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ ഡബ്ല്യു. So that water content W equal to weight of water divided by weight of dry soil into 100. So ആ വെയിറ്റ് ഓഫ് ദ വാട്ടറിനെ നമുക്ക് ഡബ്ല്യു ഡബ്ല്യു എന്നും വെയിറ്റ് ഓഫ് ദ ഡ്രൈ സോയിലിനെ ഡബ്ല്യു ഡി എന്നും ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ ഡബ്ല്യു ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഡി ഇൻറ്റു 100 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഓവൻ ഡ്രൈയിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം, നമ്മൾ പഠിച്ചു. അപ്പം എന്താ, ആ വെയിറ്റ് ഓഫ് ദ വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് വെറ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ, വെറ്റ് സോയിലും ഡ്രൈ സോയിലും തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യും അല്ലെ, വെയിറ്റ് ഡിഫറൻസ് എടുക്കും. അപ്പം നമുക്ക് വെയിറ്റ് ഓഫ് ദ വാട്ടർ കിട്ടും. അങ്ങനാണെങ്കിൽ ആ ഡബ്ല്യു ഡബ്ല്യുവിന് പകരം ഡബ്ല്യു മൈനസ് ഡബ്ല്യു ഡി എന്ന് നമ്മൾ എഴുതും. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ ഡബ്ല്യു ഡി എന്ന് എടുത്തെഴുതി ഇൻറ്റു 100. സോ ആ ഇക്വേഷനെ വീണ്ടും നമുക്ക് ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഡി ഒരു ടേം ആയിട്ടും മൈനസ് ഡബ്ല്യു ഡി ബൈ ഡബ്ല്യു ഡി ഇൻറ്റു 100. ഓക്കെ, സോ അറ്റ് ലാസ്റ്റ് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. വാട്ടർ കണ്ടന്റ് ഡബ്ല്യു ഈക്വൽ ടു ക്യാപിറ്റൽ ഡബ്ല്യു divided by WD minus 1 into 100. Clear? So second one is unit weight or specific weight of soil. അതായത് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ബൈ വോളിയം, അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വെയിറ്റ് ബൈ വോളിയം. നിങ്ങൾ പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ വെയിറ്റും മാസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഒരു സോയിൽ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മാറ്റർ മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് മാസ്. സോ ആ മാറ്ററിൻ്റെ കൂടെ അതിലേക്കുള്ള ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്നതാണ് വെയിറ്റ്. സോ വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ജി, മാസ് ഇൻറ്റു 9.81. തേർഡ് വൺ, ബൾക്ക് യൂണിറ്റ് വെയിറ്റ്
or most unit weight. So ഈ bulk unit weightനെ നമുക്ക് ഗാമ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. So gamma equal to total weight of soil sample divided by total volume. ടോട്ടൽ വെയിറ്റ് ഓഫ് സോയിൽ സാമ്പിൾ എന്ന് പറയുമ്പം അത് ആക്ച്വലി വെറ്റ് സോയിൽ ആയിരിക്കും. അതായത് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുന്ന സോയിലാണ്. അതിൻ്റെ അകത്ത് സോളിഡ് പാർട്ടിക്കിൾസും എയറും വാട്ടറും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ക്യാപിറ്റൽ W ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ക്യാപിറ്റൽ V. ഓക്കെ, ഗാമ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ W ബൈ ക്യാപിറ്റൽ V. ഫോർത്ത് വൺ, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഗാമ D. Gamma D equal to dry weight of the soil sample divided by total volume. That is gamma D is equal to WD divided by V. Fifth one, unit weight of solids. ഗാമ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇപ്പൊ ഗാമ എസ് എന്ന് പറയുമ്പോഴത്തേനും വെയിറ്റ് ഓഫ് ദ ഡ്രൈ സോയിൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സോളിഡ്സ് ആണ്. അതായത് WD ഡിവൈഡഡ് ബൈ VS. ഓക്കെ, അതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, സോയിൽ സാമ്പിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സോളിഡും വാട്ടറും എയറും വരും. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ഡ്രൈ സോയിൽ WD ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സോളിഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സിക്സ്ത് വൺ ഈസ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഗാമ സാച്ചുറേറ്റഡ്. സോ ആ സാച്ചുറേറ്റഡിന്റെ SAT ഗാമ SAT. ഗാമ സാച്ചുറേറ്റഡ് ഈസ് ഈക്വൽ ടു total weight of saturated soil divided by total volume of saturated soil. The next seventh one is submerged unit weight gamma dash. Gamma dash is equal to submerged weight of soil divided by total volume. ഈ സാച്ചുറേറ്റഡ് സോയിലും സബ്മർജ്ഡ് സോയിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുന്ന സോയിൽ സാമ്പിളിൻ്റെ അകത്ത് വോയിഡ്സ് ഉണ്ടാവും. അപ്പോൾ ആ വോയിഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ എയറും വാട്ടർ കണ്ടന്റും ഉണ്ടാവാം. സോ ഈ എയറിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പെൽ ഔട്ട് ചെയ്തിട്ട് ആ എയറും കൂടി ഇരിക്കുന്ന കംപ്ലീറ്റ് വോയിഡ്സും വാട്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് സാച്ചുറേറ്റഡ്. ദെൻ ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞതിന് ശേഷവും വാട്ടർ പിന്നെയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർ പിന്നെയും അതിൻ്റെ അകത്തേക്ക് ആഡ് ആവുമ്പോഴത്തേനും ഈ വാട്ടർ ഒന്ന് ഓവർ ടോപ്പ് ചെയ്ത് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, വാട്ടർ ഓവർഫ്ലോ ചെയ്ത് വരുന്ന ഒരു കണ്ടീഷൻ, ദാറ്റ് ഈസ് വാട്ട് കോൾഡ് സബ്മർജ്ഡ്. Then next is a relationship between unit weight and density. അപ്പോൾ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് ഗാമയും ഡെൻസിറ്റി റോയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ദാറ്റ് ഈസ് ഗാമ ഈക്വൽ ടു നമുക്ക് വെയിറ്റ് ബൈ വോളിയം എന്ന് എഴുതാൻ പറ്റും അതിൻ്റെ ഇക്വേഷൻ. സോ ഈ വെയിറ്റിനെ തന്നെ നമുക്ക് മാസ് ഇൻറ്റു G എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ വോളിയം. മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്, റോ ഇൻറ്റു G. അപ്പോൾ യൂണിറ്റ് വെയിറ്റ് ഓർ സ്പെസിഫിക് വെയിറ്റ് ഗാമ ഇസ് ഈക്വൽ ടു റോ G അല്ലെങ്കിൽ റോ ഇൻറ്റു 9.81 എന്ന് എഴുതാം. ഇനി ആ യൂണിറ്റ് കൂടെ ഒന്ന് നോക്കുക. സ്പെസിഫിക് വെയിറ്റിന്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്, അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. Next is specific gravity G. So specific gravity is also known as a relative density. So G is equal to weight of given volume of soil divided by weight of same volume of water. അതായത് ഒന്നെങ്കിൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയാം. കാരണം ഇവിടെ ഇപ്പം വെയിറ്റ് ഓഫ് ഗിവൺ വോളിയം ഓഫ് സോയിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. വെയിറ്റ് ബൈ വോളിയം എന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റ് ആണ്. സോ സ്പെസിഫിക് വെയിറ്റ് ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ. Then next is void ratio, and this void ratio is denoted by small letter E. E is equal to volume of the voids divided by volume of the solids.
VV divided by VS. Next is porosity. ഈ porosity സ്മോൾ ലെറ്റർ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. n ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. വോളിയം ഓഫ് ദ വോയിഡ്സ് നമ്മൾ വി വി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു ആൻഡ് ടോട്ടൽ വോളിയം ഈസ് ക്യാപിറ്റൽ വി. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും, ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും എന്താണ്, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പും എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ആൻഡ് എൻ എന്ന് പറയുമ്പോൾ 1 മൈനസ് പോറോസിറ്റി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് വോയിഡ് റേഷ്യോ. 1 minus n is equal to 1 divided by 1 plus E. Then next is degree of saturation S. But degree of saturation S is equal to volume of the water divided by total volume of voids. VW divided by VV. Next one, percentage of air voids NA. രണ്ടും സ്മോൾ ലെറ്റർ ആണ്, എന്നും എയും സ്മോൾ ലെറ്റർ. NA ഈക്വൽ ടു വോളിയം ഓഫ് എയർ വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100. ആ പേരിൽ തന്നെ ഉണ്ട് പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് എന്നാണ്. സോ ആ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻറ്റു 100 കൊടുക്കുന്നത്. NA ഈസ് ഈക്വൽ ടു VA ഡിവൈഡഡ് ബൈ V ഇൻറ്റു 100. Then air content AC. എയും സിയും സ്മോൾ ലെറ്റർ ആണ്. AC ഈക്വൽ ടു വോളിയം ഓഫ് എയർ വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. AC ഈക്വൽ ടു VA ഡിവൈഡഡ് ബൈ VV. ഇവിടെയും ഈ എയർ കണ്ടന്റും പെർസെൻറ്റേജ് എയർ വോയിഡ്സും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ആ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഡെൻസിറ്റി ഇൻഡെക്സ് ID. അപ്പോൾ ID is equal to E maximum minus E divided by E maximum minus E minimum. E maximum equal to minimum, sorry, E maximum means maximum void ratio and E minimum എന്ന് പറയുമ്പോൾ minimum void ratio and E എന്ന് പറയുമ്പോൾ natural void ratio. അതായത് നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് സോയിൽ സാമ്പിൾ എടുത്തു. അപ്പോൾ ഈ സോയിൽ സാമ്പിള് നാച്ചുറലി അവിടെ ഇരിക്കുമ്പോൾ, അതായത് ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോൾ അതിനുള്ള ഒരു വോയിഡ് റേഷ്യോ ആണ് നാച്ചുറൽ വോയിഡ് റേഷ്യോ. നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഇതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ജസ്റ്റ് ഒരു ലൂസ് ആയിട്ടുള്ളൊരു സ്റ്റേജിൽ നമ്മൾ വെറുതെ ഒരു സിലിണ്ടറിലേക്ക് അത് എടുത്തിടുമ്പോൾ ഉള്ള അതിൻ്റെ വോയിഡ് റേഷ്യോ ആണ് മാക്സിമം വോയിഡ് റേഷ്യോ. അതിനെ നമ്മളൊന്ന് കോമ്പാക്ട് ചെയ്ത് അതിൻ്റെ അകത്തുള്ള എയറിനെയും വാട്ടറിനെയും എക്സ്പെൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വോളിയം മിനിമം ആകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മിനിമം വോയിഡ് റേഷ്യോ. സോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ 15 ടേംസ് ആൻഡ് അതിൻ്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ആ ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിനി പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഇത്രയും ഇക്വേഷൻസ് നന്നായിട്ട് എഴുതി ബൈ ഹേർട്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കുക.